ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തുടക്കക്കാർക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാത്തത്? ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഒരു മേഖലയുടെ അവജ്ഞ എന്ന് പറയുന്നത്? കാരണം നമുക്കറിയാം, ഒരുപാട് സ്കാമുകൾ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് പേടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പം എൻ്റെ പൈസ പോയി എന്നൊക്കെ പറയാനുള്ളൊരു റീസൺ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മേഖല ഏതാണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, സേഫ് ആകാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുകയും അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ്. നമുക്കതിന് മനസ്സ് വേണം അല്ലേ? നമ്മൾ എന്ത് കാര്യം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ കാണുന്നൊരു കാര്യം, ഇപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതാണ്, പക്ഷെ അവർക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല. ചിലർ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനെങ്ങനെ ആ ഒരു സിസ്റ്റം കണക്ട് ചെയ്തുകൊണ്ട് പോകാമെന്നും മിക്കവാറും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യും. പക്ഷെ അവർ അറ്റൻഡ് ചെയ്യും എന്നുള്ളതല്ലാതെ അത് ഉൾക്കൊള്ളുന്നില്ല. അത് ഉള്ളിലേക്ക് എടുത്ത് അതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു 1 ഇയറോ 2 ഇയറൊക്കെ വേസ്റ്റായി പോകും. കാരണം അവരെന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പരാജയത്തിന് കാരണം. അപ്പോൾ എനിക്ക് തുടക്കക്കാരായ നിങ്ങളോട് പറയാനുള്ളത്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാർച്ചിലാണെങ്കിലും ഈ ഒരു മോണിറ്ററിങ് മെക്കാനിസം എല്ലാം വന്നൊരു സമയത്ത് അതിൻ്റെ ഓപ്പണിംഗ് ടൈമിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു പ്രോഗ്രാം പങ്കെടുത്തത്. അവരെന്താണ് അത്രയും റിസ്ക് എടുത്തിട്ട് അത്രയും ഒരു പ്രോഗ്രാമിൽ പല ജില്ലകളിൽ നിന്നും ആളുകൾ ചെല്ലാൻ കാരണം? ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. നാളെ വളർന്നു വരുന്ന വലിയൊരു ഇൻഡസ്ട്രി ആണിതെന്ന് അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉള്ളത് കൊണ്ടാണ് അവരത്രയും റിസ്ക് എടുത്തിട്ട് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ തൊഴിലില്ലായ്മയല്ല പ്രശ്നം, തൊഴിൽ ചെയ്യാനുള്ള മടിയാണ് പ്രശ്നം. അപ്പം നമുക്ക് എന്താ പറയണേ, ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമുക്ക് തൊഴിലായിട്ട് എടുക്കാം അല്ലേ? നമുക്ക് സമൂഹത്തിൽ ഒരുപാട് നിരവധി ജോലികളുണ്ട്. പക്ഷേ ആളുകൾക്ക് അത് എടുക്കാനോ അതനുസരിച്ചിട്ട് ജോലി ചെയ്യാനോ പറ്റില്ല. എന്നാൽ എന്താ പറയണേ, ഫിനാൻഷ്യലി ഇഷ്യൂസാണ് കൂടുതൽ താനും. നമുക്കറിയാം, നമുക്ക് 90% ഫിനാൻഷ്യൽ സ്റ്റേബിളായി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും അല്ലേ? നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ, തുടക്കക്കാർ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഏണിങ്സ് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളൊരു കമ്പനി ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയത്തുണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ഒരു കമ്പനി എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഫസ്റ്റ് അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ റിലേഷൻസിലുള്ള ആളുകൾക്ക് പ്രോഫിറ്റ് ആണോ, അതായത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കത് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് പോയി നമ്മൾ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ മാർക്കറ്റിംഗ് പഠിക്കണം. അതായത് ഏത് കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണോ, ഇത് നമ്മൾ പുറത്തേക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് ചെയ്യാൻ എന്താ പറയണേ, അത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അവയർനെസ് ആർക്കുണ്ടായിരിക്കണം? നമ്മൾക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നല്ലൊരു ബിസിനസ്സാണ്, നിങ്ങൾക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അത് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്കതിന് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ,
ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കുക. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യുക? നമ്മൾ മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഡിസിഷൻസൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുക. ദെൻ അതിൻ്റെ പ്രൈസ് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന് അതിനൊരു വാല്യൂ ഉണ്ടല്ലേ, ഒരു ക്വാളിറ്റി ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂസിന് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൻ്റെ MRP DP പ്രൈസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ളതെല്ലാം നോർമൽ കസ്റ്റമേഴ്സാണ് ഇപ്പം അല്ലേ, തുടക്കത്തിൽ നോർമൽ കസ്റ്റമർ. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി നോക്കിക്കൊണ്ട് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു കമ്പനിയിൽ വന്നു, കമ്പനിയുടെ പ്രൊമോട്ടറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അതിൻ്റെ MRP DP പ്രൈസുകൾ ചെക്ക് ചെയ്യണം. അതിന് ശേഷമായിരിക്കണം നമ്മളതിലേക്ക് യെസ് എന്ന് പറഞ്ഞ് എടുക്കാൻ. ഇനി നമ്മളത് എടുത്തു എന്ന് വിചാരിക്കുക, നമ്മൾ ഈ ഒരു കമ്പനി ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ കമ്പനിയിലെ സർട്ടിഫിക്കറ്റ് അല്ലേ, കമ്പനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റൺ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ, ഏതൊക്കെ രീതിയിലുള്ള സർട്ടിഫിക്കേഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്, ഈ കമ്പനി എത്ര വർഷമായതാണ്, ഇതിൻ്റെ എന്താ പറയുക അടിത്തറ എങ്ങനെയാണ് എന്നുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കുക. നമുക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അല്ലേ, നമ്മൾ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നോക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അറിയുന്ന ആളുകളോട് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനോട് അതിനെക്കുറിച്ചുള്ള അവയർനെസ് നിങ്ങളുണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. ഇനി നമ്മളത് എടുത്തു എന്ന് വിചാരിക്കുക, ഈ കമ്പനി നമ്മൾ എടുത്തു. ഓക്കെ, എനിക്കതിൻ്റെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇതിലെങ്ങനെയാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എങ്ങനെ പോയാലാണ് നമുക്കിതിൽ വരുമാനം മേടിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ആർക്ക് വേണം? നമ്മൾക്കുണ്ടായിരിക്കണം. അത് നമുക്ക് ഒന്നിച്ച് കിട്ടുന്നൊരു കാര്യമല്ല കേട്ടോ, അതും കൂടി ഞാൻ പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ വന്ന് ആക്റ്റീവ് ആവുന്നതിലൂടെയാണ് നമുക്കത് പറ്റുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു കമ്പനിയിൽ വന്നു ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോർമൽ, നമുക്കറിയാം മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുള്ളൂ എന്തായാലും ഈ പറഞ്ഞ കമ്പനികളും ഉണ്ടത്. അത് വെൽനസ് ആയിരിക്കും, FMCG പ്രോഡക്റ്റുകളായിരിക്കും, പല കാറ്റഗറീസ് ഉണ്ടായിരിക്കും. നമ്മളത് എടുത്തു, യൂസ് ചെയ്തു. പക്ഷെ യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇവിടെ ഇൻകം കിട്ടില്ല അല്ലേ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബിസിനസ് വോളിയം വെച്ചിട്ട് ചെറിയൊരു ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ കയറും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 100 രൂപ മേടിക്കുക, 200 രൂപ മേടിക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മൾ മേടിക്കുന്നത് ഒരു 10,000-ന് മുകളിലെങ്കിലും നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം വേണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കാറ്റഗറൈസ് തിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം, ഞാൻ ഈ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം ഞാൻ എടുക്കുന്നതാണ്, എനിക്കിത് പ്രൊമോട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ആ പ്രൊമോട്ട് ചെയ്യാൻ പോവാതിരിക്കുകയായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അതിന് ശേഷം നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, നിങ്ങളെല്ലാം വില്ലിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇടയ്ക്ക് വെച്ചിട്ടൊരു ഓർമ്മ വരുവാണ്, എനിക്ക് ഈ പ്രൊഡക്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതെല്ലാം മാസവും പർച്ചേസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെയായിരിക്കില്ലേ ഇപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആരെങ്കിൽക്കൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവർക്കും പ്രയോജനപ്പെടുന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കും അതല്ലേ. ഓക്കെ, എങ്കിൽ ഞാനൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം മുതലേ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മിക്കവാറും കാണുന്നൊരു കാര്യം വെച്ചാൽ, നമ്മളൊരു കമ്പനി ചൂസ് ചെയ്തു, നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടി, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചിന്ത ഫുൾ എങ്ങനെ വരുമാനം മേടിക്കാമെന്നാണ്. ഇതിനെക്കുറിച്ച് ABCD ഒന്നും നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കും എങ്ങനെ ഇതിൽ നിന്ന് ഇൻകം മേടിക്കാമെന്നാണ്. നമ്മളെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ഒന്നും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്ന ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ആരെങ്കിലോടൊക്കെ ഏടി ഇതിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടും, നീ ഒരു കാര്യം ചെയ്യും, പ്രൊഡക്റ്റ് അങ്ങ് പർച്ചേസ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞ് അവരെന്ത് ചെയ്യും, നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഈ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യും. അവർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ മുന്നോട്ട് ബിസിനസ്സായിട്ട് എടുക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല അല്ലേ. അവർ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തു. ഓക്കെ,
നമ്മൾക്ക് അവയർനെസ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനോ ഇവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനോ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഒന്നും നമുക്കറിയത്തില്ല. നമുക്കറിയില്ലാതിരിക്കുമ്പം ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്നും വിട്ടുപോകും. കുറച്ച് ദിവസം നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്, തെറ്റായൊരു സിസ്റ്റമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതൊരു ഇൻഡസ്ട്രിയാണ് അല്ലേ, ഇതൊരു ബിസിനസ് ഇൻഡസ്ട്രിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് പോകേണ്ടത്, എന്തൊക്കെയാണ് ഇതിലുള്ളത്, ഇതെങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്താൽ, എങ്ങനെ ആ സിസ്റ്റത്തിനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വ്യക്തമായൊരു ധാരണ ആദ്യം ആർക്ക് വേണം, നമ്മൾക്ക് തന്നെ വേണം. ആ ധാരണ ആയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലും കാണുന്നത് അങ്ങനെയല്ല. പ്രൊഡക്റ്റ് മേടിച്ചോ ഇത്രയല്ലേ ഉള്ളൂ പരിപാടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ആ സക്സസ് ആക്കാനും പറ്റില്ല. നമ്മൾ ചിലപ്പോൾ 1 വർഷം ഇവിടെ നിൽക്കും, 2 വർഷം നിൽക്കും, ഒക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നിന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഏണിങ്സ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ 3 കാറ്റഗറി ആയിട്ട് നമുക്കിതിനെ കാണാം. ഒന്ന്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറായിട്ടിരിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഇത് റെഗുലറി പർച്ചേസ് ചെയ്ത് ഈ കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ പോകാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സായി ഇരിക്കുന്ന ആളുകൾ ആണ് ഇതിൽ ഇൻകം മേടിക്കുന്നത്. കസ്റ്റമറായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും, അതിൻ്റെ ചെറിയ ലാഭം കിട്ടും എന്നല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഹ്യൂജ് ഇൻകത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നതാണ് പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടേഴ്സ് ആവുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും വില്ലിങ് ആയിട്ട് ട്രെയിനിങ് എടുക്കാനും കൂടുതൽ അറിവുകൾ നേടാനും ഒക്കെ വില്ലിങ് ആവണം. അതിന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന്. നമുക്കൊരാളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമറാണ് ബിസിനസ് ആവുന്നത്. നാളെ കസ്റ്റമറാണ് ഓട്ടോമാറ്റിക്കായിട്ട് നാളെ ബിസിനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, അത് ശരിയാണ്, അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ വരുന്ന കസ്റ്റമർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യില്ല. അത് ചെയ്യാതിരുന്നിട്ട് ഒൺലി ആളുകളിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഹർഷ എന്ന് പറഞ്ഞ വ്യക്തി വേറൊരാൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, ആ ആൾ പ്രൊഡക്റ്റ് എടുത്തു. അപ്പോൾ എനിക്കറിയാം അതിൽ ചെറിയൊരു വരുമാനം കിട്ടുമെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ആ ഒരാളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു, എനിക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഈ വ്യക്തിക്ക് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ആളെന്ത് ചെയ്യും, എന്തൊക്കെയോ ചെയ്യും അല്ലേ, ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാൽ മാത്രം ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുള്ളൂ. അതല്ലാതെ എങ്ങനെ ഇതിനെ സിസ്റ്റത്തിലിടാമെന്നോ എങ്ങനെ നമ്മുടെ സൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നോ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഒരാൾക്കുടെ എൻട്രി അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലാതെയാണ് ഈ പ്രോസസ്സിങ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ബിസിനസ്സുമായിട്ട് ചെല്ലുമ്പോൾ, സെയിൽസ് ആയിട്ട് ചെയ്യുമ്പോൾ റിജക്ഷനാണ് കൂടുതൽ നേരിടാൻ സാധ്യത. അപ്പോൾ റിജക്ഷൻ നേരിടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആകും, നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയും വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പഠിക്കുക, അതിലെങ്ങനെയാണ് ഒരു സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെ പ്രോസസ്സിങ് നടത്തിയാലാണ് എനിക്കതിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. നമ്മളിതിനൊരു ലോങ് ടൈം ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് വേണം നമുക്കിതിൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സിങ്. ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി നമ്മൾ പോയി കഴിയുമ്പം നമുക്ക് എന്തെന്ന് വെച്ചാൽ എല്ലാം തീരും, നമ്മളതുവരെ ടൈം സ്പെൻഡ് ചെയ്ത് മൊത്തം പോകും അല്ലേ. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ആട്ടെ പറയുന്നത്. ഞാൻ വരുമ്പോൾ അങ്ങനെയാണ്, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി, പരിപാടി തീർന്നു. ഓക്കെ, 5-6 ആളുകളോട് പറഞ്ഞാൽ മതി, പരിപാടി തീർന്നു. ഓക്കെ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു അവയർനെസ്. പക്ഷേ അത് വലിയ ഗ്രോത്തിലേക്കൊന്നും പോവാതെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി ആണെന്നും ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടെന്നും ആ പഠിച്ച് അതേ രീതിയിൽ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലായത് കുറേ അബദ്ധങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഈ അബദ്ധങ്ങൾ ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണ് നിങ്ങളോട്, പുതിയതായിട്ട് വരുന്ന ആളുകളോട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്.
അപ്പോൾ അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലേ, യൂട്യൂബ് വീഡിയോസിൽ കയറിയിട്ട് ഒരുപാട് ആളുകളുടെ യൂട്യൂബ് ഇൻഫർമേഷൻസ് കിടക്കുന്നുണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ. നിങ്ങളുടെ ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അത് പഠിക്കുക, മനസ്സിലാക്കുക, പോയിൻ്റ് ബേസ്, എന്നിട്ട് എന്ത് ചെയ്യുക, ആക്ഷനായിട്ട് എടുക്കുക, ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുക, ആക്ഷൻ ആയാൽ മാത്രമാണ് റിസൾട്ട് വരുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ചൊരു അവെയർനെസ്, സെൽഫ് അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പും ഒന്നിച്ചല്ല ഒന്നും ചെയ്യേണ്ടത്, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നിങ്ങളൊരു 1 ഇയർ ആദ്യം തന്നെ മനസ്സിലാക്കുക, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒറ്റയടിക്ക് നമുക്ക് ഇൻകം കിട്ടില്ല. പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓടി വരുമ്പോൾ തന്നെ ഇൻകം അതിൽ ഏൺ ചെയ്യാനായിട്ട്, നിങ്ങൾ വിചാരിക്കുന്ന ഇൻകം ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സിങ് മനസ്സിലാക്കി ഒരു 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയറോ നിന്ന് നിങ്ങളതിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഏണിങ്സ് ഉണ്ടാകും. അതിൽ നിന്നും നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും പിറ്റത്തെ വർഷം നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യാനും ഹൈ ലെവൽ ഇൻകം ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്കായിട്ടുള്ളൊരു അവെയർനെസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി ചൂസ് ചെയ്യുക. വളരെ നല്ല ഇൻകം, ഡെയിലി മേടിക്കുന്ന ഇൻകങ്ങളുണ്ട്, മന്ത്ലി മേടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കമ്പനി ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് റിസൾട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. അതിന് സിമ്പിൾ വേ ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനുള്ള ടൈമുണ്ട്. ഇനി വരുന്ന വീഡിയോസ് എല്ലാം നമുക്കതുപോലെ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കമ്പനി ചൂസ് ചെയ്യാനും നല്ല രീതിയിൽ വർക്ക് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.